അതാ എന്താ കൂട്ടുന്ന മുളക് ഇഞ്ചി തൈര് വ്ളോഗ് എടുക്കാൻ പറഞ്ഞത് ആരാ? ഞാന്. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അവർ ചാനൽ ഹാർഡ് വോസ്. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ അമ്മാത്താണ്. അമ്മാത്ത എന്ന് പറഞ്ഞാൽ അമ്മയുടെ വീട്. മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ് സ്ഥലം. കിടങ്ങഴിമന അവിടെയാണ്. ഇന്ന് മുത്തശ്ശിയുടെ ശ്രാദ്ധമായിരുന്നു. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ആ ഉമ്മറ തന്നെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ അമ്മാവൻ സേതുമാമൻ. അപ്പോൾ ഫേസ്ബുക്കിലൂടെ പ്രശാന്തേട്ടൻ, ഉണ്ണിയമ്മാമൻ, ഏതാ ധനേശേട്ടൻ മൂത്തേടം, ധനേശേട്ടൻ്റെ അച്ഛൻ, രാമമാമൻ, ദേവേട്ടൻ, അച്ഛനകത്തുണ്ട്. പിന്നെ ബാക്കി എല്ലാവരും കാണിക്കാം. അച്ഛൻ കിടക്കുക. ഹോയ് 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 ഹോയ്. റെസ്റ്റിംഗ് റെസ്റ്റിംഗ്. സ്ലീപ്പിംഗ്. ചീക്കുട്ടിയപ്പളെ ഇതാ വ്ളോഗ് എടുക്കാൻ പറഞ്ഞിട്ട് വ്ളോഗ് എടുക്കുന്നുണ്ട്. പറയൂ. എല്ലാവർക്കും നമസ്കാരം. ആ, ഞാൻ ഇന്നിവിടെ ഇതാണ് പൂമ്പാറ്റ ചേച്ചി. സൗമ്യപ്പളെ, നിരഞ്ജൻ, അയ്യോ സോറി സുദർശൻ, ധർമ്മ, ചിറ്റമ്മ, ധർമ്മ ജനിക്കാട്ടോ. എവിടെ അമ്മ? കൃഷ്ണപ്രിയ. കൃഷ്ണപ്രിയനെ എല്ലാവർക്കും അറിയണ്ടാവും. ഫ്ലവേഴ്സിൽ 2 ദിവസം മുമ്പ് പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വേദൂട്ടൻ്റെ അമ്മായി, വയറുള്ള അമ്മായി. ഇതെൻ്റെ അമ്മായി. അവളാ ഹായ് ഹായ്. എന്തുണ്ടാക്കണേ? ഉപ്പേരി. ഇവിടെ പൈക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. മുരുകൻ പൈക്കുട്ടി ദാദാ ഇവിടെ തന്നെ ഉണ്ട്. കണ്ടില്ലേ? നല്ല പേര്. ഇല്ല മുരുക. അതാണ് മുരുകൻ. ഇതാണ് പത്തായപ്പര. ഇപ്പോൾ പഴയ പെര നേരെയാക്കി പണിതാണ്. കുറച്ചു കാലമായി പണി കഴിഞ്ഞിട്ട്. പത്തായപ്പര അതേപോലെ നിർത്തിയേക്കുക. ഇന്നലെ രാത്രി ഓപ്പിൾ നമുക്ക് അവിടെ കിടന്ന് നല്ല രസമായിട്ടാണ് കാണിക്കാൻ. ഇരുട്ട, തണുപ്പ്, കോട്ടറിമൊക്കെ ഉണ്ടാവും. അതാ ഇവിടെയാണ് അവരും വരെ കിടന്നത്. കുഞ്ഞുമണിയുടെ ക്രിപ്പൊക്കെ ഉണ്ട്. പത്തായ ഇവിടെ വേറെ മുറി. ഇതാണ് ഈ കോട്ടരുമ എന്ന് പറഞ്ഞ സാധനം. ഈ റബ്ബറൊക്കെ ഉള്ളിടത്തുണ്ടാവും. അങ്ങനെ ഇതിൻ്റെ മുകളിലൊക്കെയാണ് ഞങ്ങൾ പണ്ട് ക്രിക്കറ്റ് കളിച്ചായിരുന്നു. മുകളിലൊരു റൂമുണ്ട്, വലിയ റൂം. അവിടെ മുമ്പൊക്കെ അമ്മാത്തേക്ക് വന്നാൽ വെക്കേഷൻ സമയത്ത് ഫുള്ള് ഇവിടെയാണ് ഒരു ക്രിക്കറ്റ് കളി. ഞാൻ മിഥുൻ ഇപ്പോൾ ഒന്ന് പുറത്തേക്ക് പോയി. മൃദുല എല്ലാവരും കൂടിയിട്ട് ഏട്ടന്മാരൊക്കെ ഉണ്ടാവും. പിന്നെ ഈ ചാത്തത്തിൻ്റെ സമയത്ത് വരുമ്പോഴും ചാത്തം കഴിഞ്ഞാൽ കുറച്ച് നേരം ക്രിക്കറ്റ് കളി. ഒന്ന് അന്നത്തെ ദിവസം വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ തിരിച്ചു പോകുള്ളൂ. കുറേ റബ്ബറുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പിന്നെന്താ അവിടെ പാറക്കുളമുണ്ട്. ഞാൻ കാണിക്കാം. ഗാർഡനും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടാവും അവൻ. ഒരല് വലിച്ചു പോകുന്ന കൃഷ്ണനുണ്ട്. ആ മൂരിക്കുട്ടി അധികവും ഇവിടെ വന്നിട്ടാണ് കിടക്കാറ്. ഈ ഭാഗത്തായിട്ട്. ഇതാണ് കുളത്തിലേക്കുള്ള വഴി. പാറക്കുളം എന്നാ പേര്. കാരണം എന്താ വെച്ചാൽ ഇവിടെ കുറേ പാറ ഉണ്ട് ഈ ഭാഗത്തായിട്ട്. കുറേയൊക്കെ വെട്ടി നേരെയാക്കിയതാട്ടോ. കുറേ ഉയരത്തിലായിരുന്നു, നല്ല കാടായിരുന്നു. പറയൂ. ധനേശേട്ടനൊക്കെ
ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഇഷ്ടം പോലെ കളിച്ച് അടിച്ച് പൊളിച്ചേർന്നവരാണ്. ഇതാണ് പാറക്കുളം. പാറക്കുളം ഒരു കിടു ഫീലാണ്. അതായത് ശരിക്കും കുളം ഫുള്ളുണ്ട്, കണ്ടില്ലേ? അത്രയും ഉണ്ട്. ഒരു മറയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് ഒരു പാർട്ടീഷൻ വെച്ചതാണ്. നല്ല തണുപ്പാണ് വെള്ളം. ഇടയ്ക്ക് കുറേശ്ശെ നീർക്കോലിയൊക്കെ ഉണ്ടാവും. അപ്പുറത്ത് വേറൊരു കുളം ഉണ്ട്. അത് പണ്ട് ഈ പോത്തിനെയൊക്കെ കുളിപ്പിച്ചേർന്നതാണ്. ഇപ്പം അത് ഉപയോഗിക്കാറൊന്നുമില്ല. അപ്പുറത്ത് പാടാണ്. കുളപ്പരയിൽ ഇവിടെ ഒരു റൂമുണ്ട്. ശുദ്ധമായിട്ട് ഡ്രസ്സൊക്കെ ആക്കിയിടാനും ജപിക്കാനും ഒക്കെ ഉള്ള സ്ഥലം. അവിടെ മാവുണ്ട്. പിന്നെ ഇവിടെ ഒരു വിശേഷപ്പെട്ട മാവുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം ഇഷ്ടമുള്ളൊരു മാവാണ്. അതിൻ്റെ പേരാണ് പാറമാവ്. അതായത് ഈ പാറയുടെ അടുത്തായ കാരണം പാറമാവ് എന്നാണ് അതിന് പറയുക. കാണിച്ചതേ, ഇവിടെ ഒരു ആലുണ്ട് കേട്ടോ. ഈ ആലിൻ്റെ കാര്യം പറയാം. പണ്ട് മുത്തശ്ശിയൊക്കെ എപ്പോഴും പറയും, ഈ ആല് നമ്മൾ കുളിച്ച് കഴിഞ്ഞ് പോകുമ്പോൾ കേടില്ലാത്തൊരു നല്ല ഇല എടുക്കുക. ആ ഇല ഇവിടെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു കല്ല് വയ്ക്കുക. എന്നിട്ട് 3 വട്ടം പ്രദക്ഷിണം വെച്ചിട്ടാണ് പോവാറ്. അങ്ങനെ ഒരു ശീലം പതിവുണ്ട്. അവിടെയാണ് പാറമാവ്. ഈ വഴിയൊക്കെ നല്ലോണം ഭയങ്കര കുത്തനെയായിരുന്നു. അതായത് ശരിക്കും ആ ഗേറ്റ് തന്നെ കണ്ടായിരുന്നില്ല താഴത്ത് നോക്കുമ്പോഴേ. ഇപ്പം അമ്മാവനത് ഇങ്ങനെ ലെവലാക്കി പിണ്ടറിലൊക്കെ ഇട്ട് സെറ്റാക്കി. ഇതാ ഈ വഴി പോയാൽ മാവുകളുണ്ട്, അടിപൊളി മാവുകൾ. അതാണ് ഞാൻ പറഞ്ഞ പാറമാവ്. അതാണ് പാറമാവ്. അടിപൊളി ടേസ്റ്റാണ് മാങ്ങ. പിന്നെ അതുപോലെ ഇതാണ് സ്വർണ്ണലേഖ എന്ന് പറഞ്ഞ മാവ്. അതായത് ഇതിൻ്റെ മാങ്ങയ്ക്ക് ഒരു ഗോൾഡൻ യെല്ലോ കളറ് ആ മാങ്ങയ്ക്ക് ഇങ്ങനെ ഉണ്ടാവും. അതുകൊണ്ടാണ് ആ ഒരു പേര് സ്വർണ്ണലേഖ. അധികം റബ്ബറാണ്. ഇവിടെ കുറേ കൂടെ കാടായിരുന്നു അറ്റത്തൊക്കെ. അതൊക്കെ ഇപ്പോൾ വെട്ടി ശരിയാക്കി. പിന്നെ ചില ഭാഗത്തൊക്കെ ഈ വെട്ടുകല്ലൊക്കെ എടുത്തിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം എല്ലാം നിരപ്പായ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പുറത്തുള്ള വീടുകളൊക്കെ കുറേശ്ശെ കാണാൻ തുടങ്ങി. മറ്റത് ഫുൾ കാടായിരുന്നു അധികവും. ആ പാറയുള്ള ഭാഗമാണത്. അങ്ങേ സൈഡിലും കൃഷിയുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ സജിയേട്ടൻ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ സജിയേട്ടൻ ഇവിടെ ഉണ്ട്. അമ്മാവൻ്റെ ഓൾ ഇൻ ഓളാണ് സജിയേട്ടൻ. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും, പശുക്കളുടെ കാര്യങ്ങൾ, അമ്മാത്തെ തൊടിയിലത്തെ കാര്യങ്ങൾ, സാധനങ്ങൾ കൊണ്ടുവരുന്ന കാര്യങ്ങൾ ഒക്കെ സജിയേട്ടൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. സജിയേട്ട ഒരു ഹായ്. മുരുകൻ. പിന്നെ നമുക്ക് ഈ കുളം കാണാൻ പോവാം. ഇത് അടുക്കളക്കുളം. അടുക്കളയുടെ അടുത്തുള്ള കുളം. ഇതിപ്പോൾ അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. കുളപ്പരയൊക്കെ ഊരി മാറ്റിയിട്ടുണ്ട്. ഇത്തിരി കലങ്ങിയിട്ടുണ്ട് നല്ലോണം. ചെറിയ കുളം അത്. ചെറുതാകുമ്പോഴൊക്കെ നീന്തൽ പഠിക്കാനൊക്കെ ഇവിടെയാണ് അധികം വന്നേക്കുന്നത്. ചെറിയ കുളമല്ലേ. അപ്പോൾ മറ്റേ ഈ നാളികേരം ഇങ്ങനെ വെച്ചിട്ട് 2 നാളികേരം വെച്ചിട്ട് ഇടയിൽ കയറി കെട്ടിയിട്ടേ ഞാനും അമ്മും, അതായത് എൻ്റെ ചിറ്റമ്മയുടെ മകൾ, ശ്രീ ചിറ്റമ്മയുടെ മകൾ ആരതിയും ഞാനും കൂടിയിട്ടാണ്. ആരതി വേഗം പഠിച്ചു കിട്ടാ. ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് പഠിച്ചത്. കാരണം ആരതിയുടെ ഇല്ലത്ത് കുളം ഉണ്ടായിരുന്നു. ഞാൻ ഗുരുവായൂർ കുളത്തിൽ കുറേശ്ശൊക്കെ പഠിച്ചുള്ളൂ. ഇവിടെ വന്നിട്ടാണ് കാര്യമായിട്ട് പഠിച്ചത്. എന്നാലും 1ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴേക്കും നീന്തലൊക്കെ പഠിച്ചു. അതങ്ങനെ ഒരു വഴിയാണ്. ആ വഴി കൂടെ പോയാൽ
വണ്ടൂർ അമ്പലത്തിൻ്റെ അവിടേക്ക് പോകുന്ന വഴിയാണിത്. അപ്പം ഇതാണ് അടുക്കളക്കുളം, പിന്നെ തൊഴുത്ത്, പിന്നെ ഇവിടെ അങ്ങോട്ട് പോയാൽ ഇവിടെ ബയോഗ്യാസൊക്കെ ഉണ്ട്, അതിൻ്റെ അതൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ഇതൊക്കെ പഴയത് അതേപോലെ വെച്ചേക്കാട്ടോ, ഒരു മാറ്റവും വരുത്തിയില്ല. പൂച്ചകളുണ്ട് ഇവിടെ കുറേ, അല്ലേ മാനും കൂടിയില്ല. ഇവിടെ റബ്ബർ വരാം. പിന്നെന്താ, ഒരു 6-7 പശുക്കളുണ്ട് തോന്നിപ്പോൾ. അവിടെ ഒരു കുളമുണ്ട്, ചെറിയ കുളം, ഉപയോഗിക്കുന്നൊന്നുമില്ല. പാടം ആ സൈഡാണ്. റബ്ബർ വരാം അല്ലേ. അവിടെ ചെറിയൊരു കുളമുണ്ട്, പശുക്കളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പുറത്ത് പാടമുണ്ട്, അവിടെയാണ് അതിർത്തി. ഞാനിങ്ങനെ ചെറുപ്പത്തിലൊക്കെ അമ്മത്തേക്ക് വരുമ്പോഴേ പലപ്പോഴും ഫോട്ടോസൊക്കെ എടുത്ത് വയ്ക്കുമായിരുന്നു, ഓരോരോ ഭാഗങ്ങൾ, ആ ഒരു പഴമ ഒക്കെ രസമല്ലേ, അങ്ങനെ എടുത്ത് വയ്ക്കായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴേ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഇതൊക്കെ ഒന്ന് വീഡിയോ ആക്കിയിട്ട് വെക്കണം. അതാ പിന്നെ ഇതൊരു വ്ളോഗാക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേ. അതാകുമ്പോൾ ഇപ്പോഴത്തെ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നത്, പലതും പഴയതായിട്ട് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ, അതെല്ലാം നിങ്ങളെല്ലാവരും കാണിക്കുകയും ചെയ്യാം, അതാ വിചാരിച്ചത്. മൃഗം മാത്രം തൊഴുത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടൂർ അമ്പലത്തിലേക്കുള്ള വഴി. പിന്നെ ഷാരിക്കൊക്കെയുള്ള വഴി. ഷാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ വേദൂട്ടൻ ഉണ്ടല്ലോ, ഇപ്പോൾ വയറിലാണല്ലോ വേദൂട്ടൻ. എൻ്റെ അമ്മാമൻ്റെ മകളുടെ മകനാണ് വേദൂട്ടൻ, മൃദുലയുടെയും വൈശാഖിൻ്റെയും മകൻ. വേദൂട്ടൻ്റെ അമ്മാത്തയ്ക്ക് പോകുന്ന വഴിയാണിത്, ഇവിടുന്ന് പോകുന്ന വഴി. ഇവിടെ കയറി കഴിഞ്ഞാൽ മെയിൻ റോഡെത്തും, അവിടുന്ന് കുറച്ച് ദൂരം പോയാൽ എത്തും. ഇവിടെ അടുത്ത് തന്നെയാണ് വണ്ടൂർ ശിവക്ഷേത്രം. ഇതാണ് നൊസ്റ്റാൾജിയ. ശ്രീ കുട്ടിയോപ്പളും കുഞ്ഞുമണി നല്ല ഉറക്കമാണ്. ഇവിടെ ഇതാങ്ങിപ്പോൾ ഉച്ചയ്ക്കുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാളൻ, പപ്പടം, ഇവിടെ അടുപ്പത്ത് പയറും കായയും ഉപ്പേരി. അല്ല പറഞ്ഞോണ്ടിരിക്കുക അമ്മ ഇന്ന് ചാത്തായിരുന്നു എന്നൊക്കെ പറയാണ്. ഇത് ഓപ്പള പരിചയപ്പെടുത്തി. ഇത് അപ്പോഴിന്റെ നേരെ ഓപ്പോൾ. നമ്മളധികം ഓപ്പളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല വീഡിയോയില്. എപ്പോഴും നമ്മള് മിക്കവാറും ഓപ്പള മിസ്സാവും. ഓപ്പള കൊട്ടാരക്കരയാണ് ഓപ്പള സ്ഥലം, ഓപ്പള വേളിയിച്ചത്. ഇവിടെ തൊഴുത്തുണ്ട്, പശുക്കളുണ്ട്, എല്ലാവരും ബിസിയാണ് ഓരോരോ കാര്യങ്ങളുമായിട്ട്. എല്ലാവരും കൂടുമ്പോൾ നല്ല രസം. കുറേ കാലമായി ഞാനും ആദ്യമായിട്ടാണ് മുത്തശ്ശിയുടെ ചാത്തത്തിന് ഇവിടെ വരുന്നത് വേളിയായിട്ട്. എല്ലാവരും ക്ഷീണമായി കിടപ്പാണ്. കൊളൊക്കെ കാണിച്ചോ പോട്ടാ? മുരുകനെ കാണിച്ചോ? മുരുകനെ എന്താ അമ്മായി ഇതിന്റെ പേര്? ഇതിന് അങ്ങനെ പേരൊന്നുമില്ല, പേരില്ല. പക്ഷെ നല്ല ഇണക്കുള്ള പൂച്ചകളാട്ടാ. അങ്ങോട്ട് നോക്കടാ, ഫോട്ടോ എടുക്കല്ലേ? ആ നമുക്ക് 2 ദിവസമായിട്ട് അമ്മായി തിരക്കിലായിട്ട് ഇവരെ സ്നേഹിക്കാൻ സമയം കിട്ടിയില്ല അല്ലേ? സമയം അപ്പൊ സങ്കടായി. മോളെ ഒറ്റയ്ക്ക് ഇരിക്കണ്ടായിരുന്നു. അങ്ങനെ എല്ലാരും ഓരോരോ വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കും. വലിയ പരമാമ്മയുടെ മൂത്ത സഹോദരൻ.
എന്തായി നമ്മുടെ ഉപ്പേരി? അതെ, ഇതാണ് നമ്മുടെ മിഥുന ചേച്ചി. അരി ചോറ് വിഭവങ്ങൾ എന്തുവോ വെള്ളം മാറ്റണം അല്ലേ? ഇതൊക്കെ പിന്നുണ്ട്, നോക്കാം. ഇതാണ് അമ്മയുടെ അച്ഛനും അമ്മയും ഈ മുത്തശ്ശിയുടെ ചാത്തത്തിനാണ് ഇന്ന് എല്ലാരും ഇവിടെ കൂടിയിരിക്കണത്. മുത്തശ്ശനെയും മുത്തശ്ശിയെയും കുറിച്ച് പറയും. മുത്തശ്ശൻ കിടങ്ങഴി മന വാസുദേവൻ നമ്പൂരിപ്പാട് ടീച്ചറായിരുന്നു. അമ്മ ചെറിയ തെന്നാട്ട് മകൾ ഉണ്ണിമായാണ്ടത്തിന്. ഏത് സ്കൂളിലെ ടീച്ചറായിരുന്നു മുത്തശ്ശൻ? BMC ഹൈസ്കൂളിലെ ടീച്ചറായിരുന്നു അച്ഛൻ. എന്ത് സബ്ജക്റ്റാണ് പഠിച്ചിരുന്നത്? അതെ, ഏതാ സബ്ജക്ട്? സംസ്കൃതം, ഹിന്ദി എല്ലാം പഠിച്ചു. എല്ലാവർക്കും മുത്തശ്ശനെ അറിയാം. മുത്തശ്ശന്റെ ശിഷ്യഗണങ്ങളുടെ പേരക്കുട്ടികളാണ് ഇപ്പോൾ വണ്ടൂര് നിറച്ചുള്ളത്. വണ്ടൂരും നിലമ്പൂരും ഉള്ളവരൊക്കെ മുത്തശ്ശനെ അറിയും. ഓക്കെ, ഇത് ഏത് വർഷത്തിലായിരിക്കും ഏകദേശം? അതറിയില്ല, അതെനിക്കറിയില്ല. ഇതൊക്കെ അപ്പോട്ടും ജനിച്ചതിന്റെ ശേഷമുള്ള ഫോട്ടോ? ജനിച്ചതിന് ശേഷം ഇങ്ങനെ ആക്കിയത് അത്രയും. മുമ്പേ എടുത്ത ഫോട്ടോസാണ്. ഓക്കെ. കുഞ്ഞുമണി കുഞ്ഞുമണി ഇതാ ഉറക്ക കാണാറുണ്ട്. നമസ്തേ പറയൂ കുഞ്ഞുമണി. നമസ്തേ ഒക്കെ പറയാൻ പഠിച്ചു കേട്ടോ. നമസ്തേ. നമസ്തേ പറയൂ. നമസ്തേ. ഇവിടെ നമസ്തേ പറയൂ, ഇടയ്ക്കാണ് പറയില്ല. കുഞ്ഞുമണി അതൊക്കെ ഇറങ്ങണം. ശ്രീകുട്ടി പിടിച്ചു നിൽക്കാൻ തുടങ്ങിയിട്ട് അല്ല, പിടിക്കാതെ നിൽക്കാൻ തുടങ്ങി കുഞ്ഞുമണി കുറെ. കാണട്ടെ കുഞ്ഞുമണി. ആ എവിടെ ശ്രീകുട്ടി ഉറങ്ങന്നെയല്ലേ? എല്ലാരും ചോറ പറഞ്ഞിരിക്കുകയാണ്. നമസ്തേ പറയുന്നില്ല. നമസ്തേ നമസ്തേ. അപ്പൊ ഇതാണ് നമ്മുടെ വേദുകുട്ടന്റെ അമ്മാമൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ സ്ഥിരം ക്രിക്കറ്റ് കളി, അതിന്റെയൊക്കെ മെയിൻ ആളാണ് ഇതായി നിൽക്കുന്നത്. വേദുകുട്ടന്റെ അമ്മാവൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ട. ഇതിപ്പോ വന്നിട്ടേ ഉള്ളൂ. ചിറ്റമ്മയും അമ്മയും എല്ലാരും ഇങ്ങനെ ഓരോരോ പണിത്തിരക്കിലായിരുന്നു. ഞാന് മറ്റേ അടുക്കള കുളമൊക്കെ കാണിച്ചപ്പോഴേ പണ്ട് നീന്തൽ പഠിക്കുന്ന കാര്യം കുട്ടിയുടെ കാര്യം ഒക്കെ പറഞ്ഞേക്കായിരുന്നു. ഞാനൊക്കെ മറ്റേ ഈ നാളികേരം നല്ല വേദന കേട്ടാ, കയറ് ചെയ്ത് തട്ടുമ്പോ ഒരു ബുദ്ധിമുട്ട്. അമ്മേ ഇവിടെ എന്നുവെച്ചാ എല്ലാരും മുടക്കാത്ത എന്നുവെച്ചാ ഇവിടെ എപ്പോഴും കൂടുന്ന ഒരു ദിവസമാണിത് അല്ലേ? മുത്തശ്ശിയുടെ ചാത്തവും മുത്തശ്ശിയുടെ ചാത്തവും. ഞാൻ ആദ്യമായിട്ടുണ്ടാവണം. കഴിഞ്ഞ ഓണത്തിന് ഉണ്ടായിരുന്നില്ല. അടിപൊളി. ഉറക്കം തന്നെ ഉറക്കാം. നമ്മൾ ഊണ് കഴിക്കാൻ തുടങ്ങിട്ടോ എല്ലാരും. ഇതാ അവരൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇരിക്കും. എല്ലാരും കൂടെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ കഴിക്കുക. കുഞ്ഞുമണിയും മുത്തശ്ശിയും കൂടെ കളിയാണ് അവിടെ. കുഞ്ഞുമണി മാമുണ്ടോ, അപ്പം കഴിച്ചു, പായസം കുടിച്ചു. പായസം അതിനെ നിർത്താൻ പറ്റില്ല, വാശി പിടിച്ച് കരയ്യ. കുഞ്ഞുമണി നമസ്തേ പറയൂ. അതൊന്നും ഇല്ല. അപ്പൊ എന്താണോ നമസ്തേ കൊടുക്കും. ആ നമസ്തേ. നമസ്തേ. ശശി പറഞ്ഞില്ലേ? ശശി പാർവതിയുടെ അല്ലേ?
അപ്പതാ എല്ലാരും ഇരുന്ന് ഊണയിക്കാണ്. ഹായ് ഹായ്. ഓ അതൊക്കെ ആദ്യം പറഞ്ഞിട്ട് വരണേ. സാധം തുടങ്ങിയിട്ടുള്ളൂ അല്ലേ? ചീക്കു വ്ളോഗ് എടുക്കാൻ പറഞ്ഞത് ആരാ? ഞാന് വ്ളോഗിലാ. ഹലോ പറയൂ. നാണം. എന്റെ അമ്മ എന്റെ മൃദുല ആരുടെ അമ്മയാ? ആരുടെ അമ്മയാണ്? എന്റെ കുട്ടി. അതാ എന്താ കൂട്ടുന്ന മുളക്. ഇഞ്ചി തൈര്. ഹായ് ഹായ്. നിങ്ങൾ കഴിച്ചോ? നിങ്ങൾ കഴിച്ചോ? കഴിച്ചല്ലേ? പായസം കണ്ടേ? പായസം ഇത് സാമ്പാറാ. സ്പെഷ്യൽ പായസം. ഊണയിക്കുമ്പോൾ എടുക്കാൻ പറ്റിയില്ല. ഊണൊക്കെ കഴിഞ്ഞിട്ട് ഇവരൊക്കെ ഊണയിക്കുമ്പോൾ എടുക്കാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ബാക്കി എല്ലാവരും ഏട്ടന്മാരൊക്കെ ഡിസ്കഷനാണ്. ആരുമില്ല, വെറുതെ വ്ളോഗ്. രാമമ്മാമൻ, രാമാമനും അമ്മാമനും അച്ഛനും ഒക്കെ ഇവിടെ ഉണ്ട്. കുറേ പേര് പോയി. ഇനി വൈകാതെ എന്തും ഇറങ്ങും. ഇതവിടെ ഗംഭീര മേലുകഴുകലാണ് കുളത്തില്. കുഞ്ഞുമണിയും ചീക്കുട്ടിയും കൂടെ. അതിന് പേടിയൊന്നുമില്ല, ഒരു പേടിയില്ല. Ready, 1, 2, 3, start. Thank you.